എപ്പോഴും ക്ഷീണമാണെന്ന് പറഞ്ഞ് കിടക്കുന്ന പാർട്ടീസുണ്ട്. ചിലർ ഇതേ സമയത്ത് ജോലി ചെയ്ത് നോക്കുകയാണെങ്കിൽ ക്ഷീണമെന്ന് വിചാരിക്കുക. എല്ലാ ദിവസവും എപ്പോഴും ക്ഷീണമാണെന്നും പറഞ്ഞ് കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്കപ്പൊക്കെ ചെയ്യേണ്ടി വരും. ബ്ലഡ് ഒന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കണം, ഷുഗറിൻ്റെ പ്രശ്നമുണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ BP, ഷുഗർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള തലങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ വല്ല മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണോ എന്ന് നോക്കണം. ഇങ്ങനെ പല കാരണങ്ങളുണ്ടാകാം. ജീവിതത്തിൽ തന്നെ നിരാശ കൊണ്ടും ദുഃഖം കൊണ്ടും എപ്പോഴും ക്ഷീണമായിട്ട് ഇതങ്ങനെ കിടക്കുന്ന പാർട്ടീസുണ്ട്. ഇതുപോലെ തന്നെ അലസത കൊണ്ട് കിടക്കുന്നവരുമുണ്ട്. രാവിലെ എഴുന്നേൽക്കും, വീണ്ടും ഒന്നോടെ കിടക്കും, പുതപ്പിൻ്റെ അടിയിലേക്ക് ഒന്നോടെ കയറും. ഇങ്ങനെയുള്ള പാർട്ടീസ് ചില ചെറുപ്പക്കാർ പിള്ളേരുമുണ്ട്. കൊച്ചു പിള്ളേരുടെ സെറ്റുമുണ്ട്, പഠിക്കുന്ന വിദ്യാർത്ഥികളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള തരമുണ്ട്. പിന്നെ പ്രായമായി കഴിയുമ്പോൾ ചില ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ശാന്തമായിട്ടിരിക്കണം. ഏതായാലും ഞാൻ പറഞ്ഞ തീക്ഷ്ണമായ തീവ്രമായൊരു ജീവിതശൈലി ഉണ്ടെങ്കിൽ ക്ഷീണമൊക്കെ ഒത്തിരി കുറഞ്ഞു കിട്ടും. ഇതുപോലെ പ്രാർത്ഥനാ ജീവിതം, പൈശാചിക ബന്ധത്തിൽ നിന്ന് മോചനം, ഇടയ്ക്കിടെ കുമ്പസാരിക്കുക, ജീവിത നവീകരണം വരുത്തുക, പ്രാർത്ഥിക്കുക, സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ക്ഷീണവും ദുഃഖമൊക്കെ മാറും. ഇനി എന്തൊന്നൊന്നില്ലാത്തതാണ് നരകം. അപ്പോൾ നരകത്തിലുള്ളത് പിശാചുക്കളാണ്. ഇനി എന്തെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അർത്ഥം കണ്ടെത്തണം. ഒന്നുകിൽ നമുക്ക് ജോലി എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ്, രണ്ടല്ലെങ്കിൽ മറ്റുള്ളവരെ സന്ദർശിക്കണം, രോഗികളെ സന്ദർശിക്കണം, ദുഃഖിതരെ ആശ്വസിപ്പിക്കണം, അനാഥ മന്ദിരങ്ങളിലൊക്കെ ഒന്ന് പോകണം. അവിടെ പോയി അവരെ ഒന്ന് കാണുകയും അവരുമായിട്ട് അവരുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുക, ആശുപത്രികൾ സന്ദർശിക്കുക. ഇതൊക്കെ വളരെയേറെ സഹായമാണ്. കർത്താവേ, ക്ഷീണത്തിൻ്റെ തലത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ. കർത്താവേ, അവിടുത്തെ സന്തോഷവും സമാധാനം ഇവർക്ക് ഓരോരുത്തർക്കും നൽകണമേ. എപ്പോഴും ക്ഷീണമായിട്ട് കിടക്കുന്ന ആ ശീലത്തിൽ നിന്ന് മോചനം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുവും ശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ.